ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. 2-3 ദിവസമായിട്ട് പനിയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഒരുപാട് നിങ്ങളെ മുഷിപ്പിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. കോൾഡൊക്കെ മാറി അങ്ങ് റെഡിയായി വന്നിട്ടില്ല, എങ്കിലും നമുക്ക് വീഡിയോ അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരെയൊക്കെ മിസ് ചെയ്യാൻ പാടില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫാമിലി ഇന്നലെ 2K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തരുന്ന ഓരോ വിലയേറിയ സപ്പോർട്ടുകളുമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. തുടർന്നും നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടുകളും നമ്മളെ കൂടെ ഇനിയും തുടർന്നുള്ള യാത്രയിൽ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് അത് നമുക്ക് തരുന്ന പ്രചോദനമാണ്. ഒരാളും മിസ്സാവാണ്ട് കമൻറ്റ്സ് ഇടുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും വിട്ടു പോകണ്ട. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും തന്നെ നിങ്ങൾക്ക് മിസ്സാവാതെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും വിട്ടുപോകരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. കഴിയുന്ന വിധത്തിൽ ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. ഇനിയും തുടർന്നും അതിനൊക്കെ ശ്രമിക്കുന്നതായിരിക്കും. എൻ്റെ എല്ലാവിധ സപ്പോർട്ടുകളും നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് വേഗം തീരുമാനിക്കണം. വേഗം തീരുമാനിക്കണം. ഒരുപാട് സമയം ചെലവഴിച്ച് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റാത്ത സാഹചര്യം, പെട്ടെന്ന് തീരുമാനിക്കണം അല്ലെങ്കിൽ വേഗം തീരുമാനം എടുക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ പറയുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? Need to decide soon. Need to decide soon. Need to decide soon. വേഗം തീരുമാനമെടുക്കണം. Need to decide soon. അങ്ങനെ പറയരുത്. അങ്ങനെ പറയരുത്. എങ്ങനെ പറയും? നമ്മൾ പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിനോട് പറയലുണ്ടാവും അല്ലേ, അങ്ങനെ പറയരുത് ഇല്ലേ? അത് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? Don't say like that. Don't say like that. Don't say like that. Don't say like that. എനിക്ക് പെട്ടെന്ന് പോകണം. എനിക്ക് പെട്ടെന്ന് പോകണം. എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? എനിക്ക് പെട്ടെന്ന് പോകണം, അല്ലെങ്കിൽ എനിക്ക് തിരക്കുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്ത് എത്തണം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ പറയും എനിക്ക് പെട്ടെന്ന് പോകണം. I have to go soon. 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 എനിക്ക് പെട്ടെന്ന് പോകണം. എന്താ ഇത്ര ധൃതി? എന്താ അത്ര ധൃതി? അല്ലെങ്കിൽ എന്താ അത്ര തിരക്ക്? എങ്ങനെയാണ് ചോദിക്കുക? എന്താ അത്ര ധൃതി? വാട്ട്സ് ദ റഷ്? വാട്ട്സ് ദ റഷ്? വാട്ട്സ് ദ റഷ്? റഷ് റഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ധൃതി അല്ലെങ്കിൽ തിരക്ക് എന്നൊക്കെ പറയാം. വാട്ട്സ് ദ റഷ്? എന്താ അത്ര തിരക്ക്? ഇന്ന് കട തുറക്കുമോ? ഇന്ന് കട തുറക്കുമോ? ചില ഹർത്താലോ പണിമുടക്കൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചോദിക്കില്ല ഇന്ന് കട തുറക്കുമോ? അല്ലെങ്കിൽ ചില ബാങ്ക് ഹോളിഡേയ്സിലൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും പൊതു ഒഴിവുകളൊക്കെ വരുന്ന സമയത്ത് തുറക്കോ ഇല്ലേന്ന് സംശയം ഉണ്ടാവും നമുക്ക്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് മറ്റുള്ളവരോട് ചോദിക്കും ഇന്ന് കട തുറക്കുമോ? വിൽ ദ ഷോപ്പ് ഓപ്പൺ ടുഡേ? വിൽ ദ ഷോപ്പ് ഓപ്പൺ ടുഡേ? വിൽ ദ ഷോപ്പ് ഓപ്പൺ ടുഡേ? ഇന്ന് കട തുറക്കുമോ? വിൽ ദ ഷോപ്പ് ഓപ്പൺ ടുഡേ? ഇന്ന് ക്ലാസ് ഉണ്ടോ? ഇന്ന് ക്ലാസ് ഉണ്ടോ? ഇത് നമ്മുടെ കുട്ടികൾക്ക് പലപ്പോഴും ആവശ്യമായിട്ട് വരാറുള്ളതാണ് അല്ലേ? ഇസ് ദെയർ ക്ലാസ് ടുഡേ? ഇസ് ദെയർ ക്ലാസ് ടുഡേ? ഇന്ന് ക്ലാസ് ഉണ്ടോ? ഇസ് ദെയർ ക്ലാസ് ടുഡേ? എന്താ നിൻ്റെ അഭിപ്രായം? എന്താ നിൻ്റെ അഭിപ്രായം? എന്താ നിൻ്റെ അഭിപ്രായം? അഭിപ്രായം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ? യെസ്, ഒപ്പീനിയൻ, സജഷൻ എന്നൊക്കെ പറയാം അല്ലേ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? എന്താ നിൻ്റെ അഭിപ്രായം? What is your opinion? What is your opinion? What is your opinion? എന്താ നിൻ്റെ അഭിപ്രായം? അവൾ ഉറങ്ങിയോ? അവൾ ഉറങ്ങിയോ? Did she sleep? Did she sleep? അവൾ ഉറങ്ങിയോ? Did she sleep? Did she sleep? അവൾ ഉറങ്ങിയോ? മഴ പെയ്തു. മഴ പെയ്തു. പല സ്ഥലങ്ങളിലും മഴ പെയ്തിട്ടുണ്ടാവും. ഒരു ചെറിയ മഴയെങ്കിലും കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? മഴ പെയ്തു. എങ്ങനെ പറയാം? ഇറ്റ് റെയിൻഡ്. ഇറ്റ് റെയിൻഡ്. ഇറ്റ് റെയിൻഡ്. മഴ പെയ്തു. അവിടെ മഴയുണ്ടോ? അവിടെ മഴയുണ്ടോ? നമ്മൾ ഫോണൊക്കെ വിളിച്ച ഒരാളോട്, നമ്മുടെ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ ഫാമിലിയോടൊക്കെ ചോദിക്കും അല്ലേ, അവിടെ മഴയുണ്ടോ? ഇസ് ഇറ്റ് റെയിനിങ് ദെയർ? ഇസ് ഇറ്റ് റെയിനിങ് ദെയർ? ഇസ് ഇറ്റ് റെയിനിങ് ദെയർ? അവിടെ മഴയുണ്ടോ? ഇസ് ഇറ്റ് റെയിനിങ് ദെയർ? ഇന്ന് നേരത്തെ വരുമോ? ഇന്ന് നേരത്തെ വരുമോ?
ഇന്ന് നേരത്തെ വരുമോ? വിൽ യു കം ഏർലി ടുഡേ? വിൽ യു കം ഏർലി ടുഡേ? വിൽ യു കം ഏർലി ടുഡേ? ഹസ്ബൻഡൊക്കെ ജോലിക്ക് പോവാണ്, വൈകുന്നേരം നമുക്കൊന്ന് കറങ്ങാൻ പോകണം അല്ലേ? അപ്പോൾ എങ്ങനെ ചോദിക്കുമോ? ഒന്ന് നേരത്തെ വരുമോ? ഇന്നൊരു ദിവസം നേരത്തെ വരുമോ? വിൽ യു കം ഏർലി ടുഡേ? പലപ്പോഴും ചോദിക്കേണ്ടതായിട്ട് വരാറുണ്ടല്ലേ ചിലർക്കെങ്കിലും. വിൽ യു കം ഏർലി ടുഡേ? ദയവായി എന്നെ നാണം കെടുത്തരുത്. എങ്ങനെ പറയും? ദയവായി എന്നെ നാണം കെടുത്തരുത്. പ്ലീസ് ഡോണ്ട് എംബറസ് മീ. പ്ലീസ് ഡോണ്ട് എംബറസ് മീ. പ്ലീസ് ഡോണ്ട് എംബറസ് മീ. എന്നെ നാണം കെടുത്തരുത്. ഇനി എപ്പോഴാണ് അവർ പോയത്? എപ്പോഴാണ് അവർ പോയത്? എപ്പോഴാണ് അവർ പോയത്? വെൻ ഡിഡ് ദേ ഗോ? വെൻ ഡിഡ് ദേ ഗോ? എപ്പോഴാണ് അവർ പോയത്? വെൻ ഡിഡ് ദേ ഗോ? നിങ്ങളുടെ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. നിങ്ങളുടെ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. എങ്ങനെ പറയും? ഐ വിൽ നെവർ ഫോർഗെറ്റ് യുവർ ഹെൽപ്പ്. ഐ വിൽ നെവർ ഫോർഗെറ്റ് യുവർ ഹെൽപ്പ്. ഞാൻ നിങ്ങളുടെ സഹായം ഒരിക്കലും മറക്കില്ല. ഐ വിൽ നെവർ ഫോർഗെറ്റ് യുവർ ഹെൽപ്പ്. കുറച്ച് നേരം കൂടി നമുക്ക് കാത്തിരിക്കാം. കുറച്ച് നേരം കൂടി നമുക്ക് കാത്തിരിക്കാം. ലെറ്റ്സ് വെയിറ്റ് എ ലിറ്റിൽ ലോങ്ങർ. ലെറ്റ്സ് വെയിറ്റ് എ ലിറ്റിൽ ലോങ്ങർ. ലെറ്റ്സ് വെയിറ്റ് എ ലിറ്റിൽ ലോങ്ങർ. നമുക്ക് കുറച്ച് നേരം കൂടി അല്ലെങ്കിൽ അല്പസമയം കൂടി കാത്തിരിക്കാം. ലെറ്റ്സ് വെയിറ്റ് എ ലിറ്റിൽ ലോങ്ങർ. നീ വന്നതിൽ ഒരുപാട് സന്തോഷം. നീ വന്നതിൽ ഒരുപാട് സന്തോഷം. നമ്മളിപ്പോൾ നമ്മുടെ ഒരു പാർട്ടിക്കൊക്കെ നമ്മുടെ ഒരു സുഹൃത്തിനെ വിളിച്ചു, ഒരുപാട് തിരക്കുള്ള ആളാണെങ്കിലും അദ്ദേഹം വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ പറയും? അദ്ദേഹത്തെ ഒന്ന് പ്ലീസ് ചെയ്യണം, അതായത് സന്തോഷിപ്പിക്കണം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് പറയും? നീ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. അപ്പം നമ്മൾ എങ്ങനെയാണ് അതിനെ ഇംഗ്ലീഷിൽ പറയാം? ഐ എം സോ ഗ്ലാഡ് യു കെയിം. ഐ എം സോ ഗ്ലാഡ് യു കെയിം. ഐ എം സോ ഗ്ലാഡ് യു കെയിം. നീ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഐ എം സോ ഗ്ലാഡ് അല്ലെങ്കിൽ ഐ എം സോ ഹാപ്പി യു കെയിം എന്ന് പറയാം അല്ലേ? ഞാൻ അവളെ കുറേ തവണ വിളിച്ചു. ഞാൻ അവളെ കുറേ തവണ വിളിച്ചു. ഐ കോൾഡ് ഹെർ സെവറൽ ടൈംസ്. ഐ കോൾ ഹെർ സെവറൽ ടൈംസ്. ഐ കോൾഡ് ഹെർ സെവറൽ ടൈംസ്. ഐ കോൾഡ് ഹെർ സെവറൽ ടൈംസ്. അവളെ ഒരുപാട് തവണ വിളിച്ചു. നീ അച്ഛനോട് ചോദിച്ചോ? നീ അച്ഛനോട് ചോദിച്ചോ? നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോകണമെങ്കിൽ പെർമിഷൻ വേണം അല്ലേ? അപ്പോൾ അമ്മയോട് ചോദിച്ചു കഴിയുമ്പോൾ അമ്മ പറയും നീ അച്ഛനോട് ചോദിക്കാൻ, അല്ലെങ്കിൽ നീ അച്ഛനോട് ചോദിച്ചോ എന്ന് ചോദിക്കും അല്ലേ? നീ അച്ഛനോട് ചോദിച്ചോ? ഡിഡ് യു ആസ്ക് യുവർ ഫാദർ? ഡിഡ് യു ആസ്ക് യുവർ ഫാദർ? നീ അച്ഛനോട് ചോദിച്ചോ? ഡിഡ് യു ആസ്ക് യുവർ ഫാദർ? നീ അമ്മയോട് പറഞ്ഞോ? നീ അച്ഛനോട് പെർമിഷനൊക്കെ വാങ്ങി വരുമ്പം അച്ഛൻ ലാസ്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ അമ്മയോട് പറഞ്ഞായിരുന്നോ? ഇല്ലേ? നീ അമ്മയോട് പറഞ്ഞോ? എങ്ങനെ പറയും ഇംഗ്ലീഷിൽ? ഡിഡ് യു ടെൽ യുവർ മദർ? ഡിഡ് യു ടെൽ യുവർ മദർ? നീ നിൻ്റെ അമ്മയോട് പറഞ്ഞോ എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കേണ്ടതായിട്ട് വരലുണ്ട്. ആ സാഹചര്യങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇംഗ്ലീഷിൽ എങ്ങനെ? ഡിഡ് യു ടെൽ യുവർ മദർ? നീ അമ്മയോട് പറഞ്ഞോ? ഡിഡ് യു ടെൽ യുവർ മദർ? ഞാൻ പറയും. ഞാൻ പറയും. ഐ ടെൽ. ഐ വിൽ ടെൽ. ഐ ടെൽ. ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു. ഐ ഹാഡ് സെഡ്. ഐ ഹാഡ് സെഡ്. ഞാൻ പറഞ്ഞിരുന്നു. ഐ ഹാഡ് സെഡ്. ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സെൻറ്റൻസ് നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒരുപാട് തവണ നമ്മളിങ്ങനെ പല സാഹചര്യങ്ങളിൽ യൂസ് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്കിത് ഫ്ലുവൻ്റ് ആയിട്ട് കിട്ടും. പലർക്കുമുള്ള സംശയം എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങനെ പഠിക്കും, എങ്ങനെ ഫ്ലുവൻ്റ് ആകും? ഞാൻ എന്നും പറയുന്നുണ്ട് എന്നിട്ടും ഫ്ലുവൻ്റ് ആകുന്നില്ല. ഇത്തരം കംപ്ലൈൻറ്റുകൾ ഒരിക്കലും വരാൻ സാധ്യതയില്ല. കാരണം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ പഠിച്ച് വളർന്നത് മലയാളം മീഡിയം സ്കൂളിലാണ്. പഠിച്ച് ടീച്ചറായിട്ടൊരു സ്കൂളിൽ ജോലിക്ക് കയറി കഴിഞ്ഞപ്പം CBSE സ്കൂളാണ്. ഫുൾ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് വേണം, ക്ലാസ് എടുക്കുന്നത് ഇംഗ്ലീഷ് വേണം. ആകെ കൂടെ കുടുങ്ങിയില്ലേ? എന്ത് ചെയ്യും? ഫസ്റ്റ് ടൈം ക്ലാസ്സിലേക്ക് ചെന്ന് കഴിയുമ്പം എനിക്ക് കിട്ടിയ ഫീൽ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുൻപിലിരിക്കുന്ന കുട്ടികൾ എന്നേക്കാൾ കൂടുതൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയുന്നവരാണോ എന്ന് എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. പക്ഷേ നമുക്കത് കാണിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ആദ്യം താന്നു കൊടുത്താൽ നമ്മുടെ തലയിൽ കയറും അല്ലേ?
അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റേജിൽ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. എങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയം അല്ലെങ്കിൽ ആ കൺസെപ്റ്റ് കുട്ടികളുടെ ഉള്ളിലേക്ക് എങ്ങനെ എത്തുമെന്നുള്ള ഒരു ടെൻഷൻ നമുക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മുന്നിൽ വന്നപ്പോൾ പോലും നമ്മൾ എന്ത് ചെയ്തില്ല, പിന്നോട്ട് വലിഞ്ഞില്ല. നമുക്കൊരു കോൺഫിഡൻസ് വേണം, എനിക്കറിയാം അല്ലെങ്കിൽ എനിക്ക് കഴിയും, ഞാൻ സംസാരിക്കും. നമുക്ക് അറിയുന്ന ലാംഗ്വേജിൽ നിങ്ങൾ ഗ്രാമറിനെ പേടിക്കുകയേ വേണ്ട. 1 by 1 സെൻറ്റൻസുകൾ എടുത്ത് അതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വേണ്ട നിങ്ങൾ സംസാരിക്കാൻ. നമുക്കറിയുന്ന വേർഡ്സ് വെച്ചിട്ട് എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ നമ്മൾ ഫ്ലുവൻ്റ് ആയിക്കൊണ്ടേ ഇരിക്കും. അപ്പം ഇന്ന് നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും, അയ്യോ എങ്ങനെ പറയും, എങ്ങനെ പ്രസൻറ്റ് ചെയ്യും എന്നുള്ള ടെൻഷൻ ഉണ്ടാവും. 2 ദിവസം നമ്മൾ പറഞ്ഞു കഴിയുമ്പം നമ്മൾ കുറച്ച് ഇമ്പ്രൂവ് ആയി. അപ്പം നമുക്ക് തോന്നും, ഇതെനിക്ക് കുറച്ചുകൂടി ശ്രമിച്ചാൽ കിട്ടും. അങ്ങനെ നമ്മളൊരാഴ്ചയായി 2 ആഴ്ചയായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് എന്തായി, കുറച്ചും കൂടി ഫ്ലുവൻ്റ് ആയി. അങ്ങനെയാണ് നമ്മൾ എന്താകുക, ഇംഗ്ലീഷിൽ മാക്സിമം ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയുക. അല്ലാണ്ട് ഒരു തവണ പറഞ്ഞു തെറ്റിപ്പോയി അപ്പം നമ്മൾ പേടിച്ച് പിന്നോട്ട് വലിയാൻ പാടില്ല. 1 തെറ്റിക്കോട്ടെ 2 തെറ്റിക്കോട്ടെ, ഇനി പറയുന്നത് മൊത്തം തെറ്റായിക്കോട്ടെ, ഇതൊന്നും ഒരു വിഷയമേ അല്ല. നമ്മളിപ്പോൾ നമ്മുടെ രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്ത് പോയി, നമുക്ക് അവരുടെ ലാംഗ്വേജ് അറിയില്ല, പക്ഷെ നമുക്ക് അവിടെ പിടിച്ചു നിന്നേ പറ്റൂ, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങനെയുള്ള സാഹചര്യം വന്നാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അവരുമായിട്ട് പൊരുത്തപ്പെടും, ആ ലാംഗ്വേജുമായിട്ട് പൊരുത്തപ്പെടും, നമ്മൾ പഠിച്ചെടുക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിൻ്റെ കാര്യവും. ഇപ്പോൾ ബംഗാളിലുള്ള ബംഗ്ലാദേശുകാരൊക്കെ നമ്മുടെ കേരളത്തിൽ വന്ന് നമ്മളെയൊക്കെ നല്ലപോലെ മലയാളം സംസാരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ്, അത്രയ്ക്കും പ്രയാസം പോലും ഇല്ല. കാരണം നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് വരെയും പഠിച്ചു തുടങ്ങുന്നതാണ് ഇംഗ്ലീഷ് അല്ലേ. ഒരുപാട് കമ്മ്യൂണിക്കേഷൻ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ പോലും അടിത്തറ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പം നമ്മൾ അറിയുന്ന വാക്കുകൾ വെച്ച് കൂട്ടി യോജിപ്പിച്ച് പറഞ്ഞ് പഠിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് പഠിക്കുക, കുഞ്ഞുങ്ങൾ ആദ്യം ആ പറയും, പിന്നെ മാ പറയും, അമ്മ ചേർത്ത് പറയും. അതുപോലെ തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത്. ഇതിനൊന്നും ഒരു നാണക്കേടും വിചാരിക്കേണ്ടതില്ല കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഉറപ്പായിട്ടും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ ആരും വിട്ടുപോകരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ.